പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പിതാവായ ദൈവം എങ്ങനെയാണോ യേശുവിനെ സ്നേഹിച്ചത് അതുപോലെ തന്നെ യേശു നമ്മളെയും സ്നേഹിക്കുന്നുവെന്ന് തന്നെ. യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ നിലനിൽക്കുവാനായിട്ട് അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നു. പിതാവ് തന്ന കൽപ്പനകൾ യേശു പാലിച്ചതുപോലെ യേശു നമ്മളോട് നൽകുന്ന കൽപ്പനകൾ പാലിക്കുവാനായിട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും എന്ന് യേശു പറയുന്നത് യേശുവിൻ്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ മാത്രമാണ്. സ്നേഹിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് നമ്മൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മളും യേശു തമ്മിലുള്ള സ്നേഹബന്ധം ആഴപ്പെടുമ്പോൾ യേശു പറയുന്നത് എന്തും ചെയ്യുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. വചനം വായിക്കാം, വിചിന്തനം ചെയ്യാം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അപ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. യേശു പരിപൂർണമായിട്ടുള്ള സന്തോഷം നമ്മൾക്ക് തരുന്നതിന് വേണ്ടിയാണ് നമ്മളോട് ഇതെല്ലാം പറയുന്നത് തന്നെ. യേശുവിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെയും എന്നും നിലനിൽക്കുന്നതാണ്. ഈ ലോകം തരുന്നത് പോലെയല്ല. ഈ ലോകത്തിൻ്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോ മിനിറ്റിലും നമ്മുടെ സന്തോഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ മണിക്കൂറിലും നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ പോലും നമ്മളെ വേദനിപ്പിക്കുവാനായിട്ട് നിമിഷങ്ങൾ മാത്രം മതി. ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാം. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവത്തെയും അവരിനെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.